കാട്ടിൽ മേക്കത്തിൽ ശ്രീദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. മണികെട്ടി അമ്പലം. മനസ്സിൽ എന്തെങ്കിലും ഓർത്ത് അത് സാധിക്കാനെ കൊണ്ട് മണികെട്ടുന്ന ഒരു നേർച്ചയാണ് അവിടുത്തെ മെയിൻ വഴിപാട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം മണികെട്ടി അമ്പലം എന്നുള്ള ഇതിലാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയോടെ നിന്ന് തിരിഞ്ഞ് കടൽ തീരം വഴി കടലിൻ്റെ കാഴ്ചകളും കായലിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ട് അഴീക്കൽ പാലം കയറി നേരെ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ വരും. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വേറൊരു വഴി ചവറ ടൈറ്റാനിയം ഫാക്ടറിയുടെ അവിടുന്ന് പടിഞ്ഞാറോട്ട് റോഡുണ്ട്. അതൊരു കായലിൻ്റെ തീരത്ത് വന്ന് അവസാനിക്കും. അവിടെ നമ്മുടെ വാഹനം നിർത്താൻ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നിർത്തിയിട്ട് ജങ്കാറിൽ കയറി ഈ ക്ഷേത്രത്തിലേക്ക് വരണം. 20 വർഷത്തിന് മുമ്പേ സുനാമി നടന്നപ്പോൾ ഈ ഏരിയ മൊത്തവും സുനാമി കവർന്ന ഒരു സ്ഥലമാണ്. പക്ഷേങ്കിൽ ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ക്ഷേത്രം കായലിൻ്റെയും അറബിക്കടലിൻ്റെയും നടുവിലാണ് ഇരിക്കുന്നത്. അറബിക്കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ തന്നെ ഒരു പ്രത്യേകമാണ്. കാരണം ആ ഒരു കിണറ്റിലെ വെള്ളം ശുദ്ധമായ കുടിവെള്ളമാണ്. കടലുമായിട്ട് ഒരു 50 മീറ്റർ പോലും അകലമില്ല. ധാരകനെ വധിച്ച ഉഗ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പരാശക്തിയായ ഭദ്രകാളി ഭാവം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായിട്ടായി ഭക്തർ ചെയ്യുന്നത് മണി കെട്ടുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച മണി ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന പേരാലിനെ വലം വെച്ച് മണി കെട്ടുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മണി 3, 7, 9 എന്ന ക്രമത്തിൽ ഭക്തരുടെ സാമ്പത്തികവും ഇഷ്ടവും അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം വൃശ്ചിക മാസത്തിലാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഉത്സവ സമയത്ത് അന്യ സംസ്ഥാനത്തു നിന്ന് വരെ ഈ ക്ഷേത്രത്തിൽ ഭക്തർ എത്താറുണ്ട്. അങ്ങനെ ഒരിക്കൽ ക്ഷേത്ര ഉത്സവത്തിന് വേണ്ടി കൊടി ഉയർത്തുമ്പോൾ ആ കൊടിയിൽ നിന്ന് ഒരു മണി അടർന്നു വീഴുകയും ക്ഷേത്രത്തിൻ്റെ പൂജാരി ആ മണിയെടുത്ത് ക്ഷേത്ര അങ്കണത്തിൽ നിന്ന് ആ അരയാലിൽ കെട്ടുകയും കെട്ടിയതിന് ശേഷം പൂജാരിക്കും കുടുംബത്തിനും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ പൂജാരി ദേവപ്രശ്നം വെച്ചപ്പോൾ അമ്മയ്ക്ക് മണി കെട്ടുന്നത് അരയാലിൽ മണി കെട്ടുന്നത് അമ്മയ്ക്കിഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അന്ന് മുതലാണ് ഈ ക്ഷേത്ര അങ്കണത്തിൽ നിൽക്കുന്ന അരയാലിൽ മണി കെട്ടി ഭക്തർ തൊഴാനും അമ്മയോട് ആഗ്രഹങ്ങൾ പറയാനും തുടങ്ങുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കടലിൻ്റെ തീരത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ 2 കിണറുകളാണുള്ളത്. ഈ 2 കിണറ്റിലും ഒരു ശകലം പോലും ഉപ്പുരസമോ ജലത്തിന് ഉപ്പുരസമോ ചേറോ ഒരു ഗന്ധമോ സ്മെല്ലോ രുചിക്കേടോ ഒന്നുമേ ഇല്ല. ശുദ്ധമായ വെള്ളമാണ്. അമ്മയെ കൂടാതെ തന്നെ യക്ഷിയമ്മ, ഗണപതി, ദുർഗാദേവി, നാഗഭൈരവൻ, മാടൻ തമ്പുരാൻ, യോഗീശ്വരൻ എന്നീ ഉപദൈവങ്ങളും ഉണ്ട്. വെള്ളിയും ശനിയുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അന്നേ ദിവസം പ്രത്യേക പൂജകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ഞാനിവിടെ വന്ന് കണ്ടതിൽ ഇവിടെ വന്ന ഭക്തരിൽ 70% സ്ത്രീകളാണ്. എല്ലാവരും മണി വഴിപാടായിട്ട് നേർന്നതിന് ശേഷം, ലാസ്റ്റ് മണി കെട്ടിയതിന് ശേഷം അനിപ്പുറത്ത് പൊങ്കാല ഇടാൻ സൗകര്യമുണ്ട്. അവിടെ വന്ന് പൊങ്കാല ഇടും. പൊങ്കാല ഭക്തർക്കും എല്ലാം കൊടുക്കും. ബാലൻസ് അവരവരുടെ വീടുകളിലേക്കും കൊണ്ടുപോകും. പൊങ്കാല ഇടുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേക വഴിപാടും ആണത്. മണി കെട്ടി തീരുന്ന ദിവസമാണ് മിക്ക ഭക്തരും ഈ പൊങ്കാല ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വന്നാൽ ആഴ്ചയിൽ 7 ദിവസവും നമുക്ക് പൊങ്കാല ഇടുന്ന കാഴ്ചയും കാണാൻ പറ്റും. ഞാൻ മറ്റ് ക്ഷേത്രങ്ങളിൽ ഒന്നും പോയി അങ്ങനത്തെ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മറ്റ് ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ കാഴ്ചയിൽ ഞാൻ ആദ്യമായിട്ടാണ് 7 ദിവസവും ഇങ്ങനെ ഭക്തർ വന്ന് പൊങ്കാല ഇടുന്ന ഒരു ക്ഷേത്രം ഞാൻ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ വരുന്നത് ഭക്തി കൂടാതെ നല്ല ഒരു കണ്ണിന് കാഴ്ച അനുഭവം കൂടി തരുന്ന ഒരു സ്ഥലവും കാര്യങ്ങളുമാണ്. ക്ഷേത്രാങ്കണം മുഴുവനും മണൽ നിറഞ്ഞ് കിടക്കുന്ന ഒരിടം. കാണാനും അതിൽ കൂടി ചവിട്ടി പോകാനും എല്ലാം ഒരു രസം കൂടിയാണ്. ഇവിടേക്ക് വരേണ്ടത് ചവറ ടൈറ്റാനിയത്തിൻ്റെ അവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു റോഡുണ്ട്. അവിടെ വലിയൊരു നൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. കാട്ടുമേക്കേതിൽ ശ്രീദേവി ക്ഷേത്രമുണ്ട്. ആ ബോർഡിൻ്റെ കീഴിൽ കൂടി നേരെ പോരുക. അവിടെ ഇവിടെയെല്ലാം വണ്ടി തിരിയേണ്ട അടുത്തെല്ലാം നൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വരുന്നത് TS കനാലിൻ്റെ തീരത്ത് വരും. അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ ഇടമുണ്ട്. അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ജങ്കാറിൽ കയറി ക്ഷേത്രത്തിലേക്ക് വരാം. പിന്നെ വാഹനത്തിൽ വരേണ്ടവർ ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് ഈ TS കനാൽ ക്രോസ് ചെയ്ത് നേരെ ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് വന്നത്. അമ്മേ കാത്തോളണേ.